ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 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 ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. 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 കരങ്ങളടിച്ച് ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ ആയിരിക്കാം, ശാന്തമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ടെറി വെയ്റ്റ് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ രീതി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ലെബനോണിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അവിടെ അന്ന് നടന്നിരുന്ന ഒളിപ്പോരാട്ടത്തെ നേരിട്ട് മനസ്സിലാക്കി ലോകത്തിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം വിചാരിച്ച രീതിയിലല്ല നടന്നത്. ഈ ഒളിപ്പോരാളികൾ അദ്ദേഹത്തെ തടവുകാരനാക്കി. അദ്ദേഹത്തെ ഒരു മുറിയിൽ അവര് അടച്ചു, ഏകാന്ത തടവിന് വിധിച്ചു. അതിൻ്റെ ജനലുകൾ തകരപ്പാട്ടകൾ കൊണ്ട് അടച്ചിരുന്നതിനാൽ അല്പം പോലും പ്രകാശം മുറിയിലേക്ക് കടന്നു വന്നിരുന്നില്ല. ഇരുട്ടുമുറിയാണെങ്കിൽ പോലും അവര് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും മൂടിക്കെട്ടിയിരുന്നു. പരിപൂർണമായ അന്ധകാരം. അദ്ദേഹത്തിന് സംസാരിക്കുവാനായിട്ട് ആരുമില്ല. വല്ലപ്പോഴും ഒരു ഗാർഡ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് വരും. ഈ ഏകാന്തത അദ്ദേഹത്തിന് വളരെ അധികം വേദനാജനകമായി തോന്നി. ഗാർഡിനോട് അദ്ദേഹം യാചിച്ചു, എനിക്ക് ഒരു പുസ്തകം വായിക്കുവാൻ തരുമോ? ഗാർഡ് പറഞ്ഞു, അതിന് എനിക്ക് അനുവാദമില്ല. അങ്ങനെ ആ ഇരുട്ടുമുറിയിൽ അദ്ദേഹം അനേക ദിവസങ്ങൾ പിന്നിട്ടു. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഈ ഇരുട്ടുമുറിയിലായിരുന്ന ഈ ദിനങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഈ അന്ധകാരത്തിൻ്റെ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെത്തി. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ അന്ധകാരത്തെ അകറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ കുട്ടികളെ, ആ വീട്ടിലുള്ള കുട്ടികളെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിരുന്നു: ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അന്ധകാരത്തെ മാറ്റണമേ. രാത്രിയിലെ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എഴുതപ്പെട്ടതായിരുന്നതിനാൽ ഈ രാത്രിയുടെ ദിനങ്ങളിൽ ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. നിരന്തരമായിട്ട് അദ്ദേഹം ഈ പ്രാർത്ഥന ഉരുവിടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം ആ ഇരുട്ടുമുറിയിൽ അദ്ദേഹത്തിന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറമേ ഇരുട്ടായിരുന്ന എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ഒരു പ്രകാശം നിറയുവാനായിട്ട് ആരംഭിച്ചു. ആ സാഹചര്യവുമായിട്ട് പൂർണ്ണമായും ഹൃദയം കൊണ്ട് ഇണങ്ങിച്ചേർന്ന് പ്രത്യാശയോടെ ജീവിതം തുടരുവാനായിട്ട് ടെറി വെയ്റ്റിന് സാധിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെ തുടർന്ന് സ്വാധീനിക്കുകയായിരുന്നു. വളരെ പരുക്കനായിട്ട് പെരുമാറിയിരുന്ന ഗാർഡ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ പെരുമാറുവാനായിട്ട് ആരംഭിച്ചു. നേരത്തെ പുസ്തകം കൊടുക്കുകയില്ല എന്ന് വാശി പിടിച്ച ഗാർഡ്
ആരും കാണാതെ മനോഹരമായൊരു പുസ്തകം അദ്ദേഹത്തിന് വായിക്കുവാൻ കൊടുത്തു. ആ പുസ്തകത്തിൻ്റെ പേര് ബിയോണ്ട് യൂഫ്രട്ടീസ് എന്നാണ്, യൂഫ്രട്ടീസിൻ്റെ അപ്പുറം. ഈ പുസ്തകം അദ്ദേഹം വായിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച ചിന്ത ഇതായിരുന്നു: ജീവിതത്തിൽ പല കാര്യങ്ങളും അഭികാമ്യങ്ങളാണ്, ഡിസൈറബിളാണ്, കിട്ടിയാൽ കൊള്ളാം. ഉദാഹരണമായിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ലതാണ്, സമ്പത്ത്, സുഹൃത്തുക്കള്, കുടുംബം, ജോലി, ഇതൊക്കെ ഉള്ളത് നല്ലതാണ്, അഭികാമ്യമാണ്, ഡിസൈറബിളാണ്. പക്ഷേ ഇവയൊന്നുമില്ല എങ്കിലും, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ജീവിതം ആസ്വാദ്യകരമാക്കാമെന്ന വലിയൊരു സന്ദേശം ഈ പുസ്തകത്തിലൂടെ, ബിയോണ്ട് യൂഫ്രട്ടീസ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ തനിക്ക് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, തൻ്റെ ഭാവി പോലും നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ ഇവയൊന്നുമില്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ ജീവിതത്തെ ആസ്വാദ്യകരമാക്കാമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ ഇരുട്ടുമുറിയിൽ തൻ്റെ ജീവിതം തുടർന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതം വീണ്ടും പ്രവർത്തിക്കുകയാണ്. 1763 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒളിപ്പോരാളികൾക്ക് തോന്നി ഇദ്ദേഹത്തെ സ്വതന്ത്രനാക്കാം, ഇയാൾ ഉപദ്രവകാരി അല്ല എന്ന് തോന്നുകയും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർത്തും പ്രതീക്ഷയ്ക്ക് നിവൃത്തിയില്ലാത്ത, വകയില്ലാത്ത സാഹചര്യത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്ന ഒരു ദൈവ പൈതലിന് അത്ഭുതം ദർശിക്കുവാനായിട്ട് സാധിക്കും. ദൈവം ആ മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് കാത്തിരിക്കുകയാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഓരോ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം വളരെ സന്തോഷവാനായി തൻ്റെ നാട്ടിൽ തിരിച്ചെത്തി. തന്നെ സ്വീകരിച്ച തൻ്റെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക എന്നുള്ളതായിരുന്നു. ആ അത്ഭുതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈ നാളുകളിൽ യേശു എന്നെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതം വിരസവും നിരാശാജനകവും പ്രത്യാശയില്ലാത്തതുമായിരുന്നു എങ്കിൽ ഞാൻ യേശുവിൽ പ്രത്യാശ അർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ വീഞ്ഞുപോലെ മനോഹരവും ആസ്വാദ്യകരവുമാക്കി അവിടുന്ന് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ യാദൃച്ഛികമായി ചാനൽ മാറ്റുമ്പോഴായിരിക്കാം നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്, യേശുവിൻ്റെ പക്കലുണ്ട്. സങ്കീർത്തനം 18:28 ഇപ്രകാരം പറയുന്നു: അവിടുന്ന് എൻ്റെ ദീപം കൊളുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, അവിടുന്ന് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ മനസ്സിൽ അന്ധകാരം നിറയുമ്പോൾ, നീ ആരായിക്കൊള്ളട്ടെ, നീ ക്രൈസ്തവനോ അക്രൈസ്തവനോ ആയിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിന്റെ മനസ്സിൽ അന്ധകാരം നിറയുമ്പോൾ നിന്റെ മനസ്സിൽ ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവൻ യേശുവാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 18:28 അവിടുന്ന്
എന്റെ ദീപം കൊളുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ അതിശയകരമായ പ്രകാശത്തിൻ്റെ രശ്മികൾ കടന്നു വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ നേരിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അദ്ദേഹം അക്രൈസ്തവനായ ഒരു വ്യക്തിയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുകയാണ്. എല്ലാവരുടെയും സ്വപ്നം പോലെ അദ്ദേഹത്തിനും മനോഹരമായ ഒരു വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ ശമ്പളത്തിനപ്പുറത്ത് എല്ലാ മേഖലയിൽ നിന്നും കിട്ടാവുന്നത്ര കടം വാങ്ങി അദ്ദേഹം ഒരു വളരെ നല്ല വീട് പണിയിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വീട് പണിയുമ്പോൾ കടം വാങ്ങി പൂർത്തീകരിക്കുക, എങ്ങനെയെങ്കിലും തീർക്കുക എന്ന ലക്ഷ്യമാണ്. പലരും നശിക്കുന്നത് വീട് പണിതിട്ടാണ്. പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ കണ്ണ് തുറന്നത്. തനിക്ക് ഒരിക്കലും കൊടുത്തു വീട്ടുവാൻ സാധിക്കാത്ത വലിയൊരു കടക്കണിയിൽ താൻ പെട്ടിരിക്കുകയാണ്. വലിയ നിരാശയായി, മനസ്സിൽ നിരാശയായി. ഒരു തീരുമാനമെടുത്തു, രക്ഷപ്പെടാൻ സാധിക്കില്ല എങ്കിൽ അഭിമാനം പണയം വയ്ക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്, കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ഈ തീരുമാനമെടുത്തുകൊണ്ട് ഇയാൾ ഓഫീസിലെത്തുകയാണ്. അവസാനത്തെ ദിവസമാണ്. മനസ്സിൻ്റെ ആ നിരാശ മുഖത്ത് പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പ്രകാശം പരത്തുന്ന യേശുവിനെ അനുഭവിച്ചറിഞ്ഞൊരു പെൺകുട്ടി. ആ ജോലിക്കാരിയാണ്, ക്ലർക്കാണ്. ഈ പെൺകുട്ടി മേലുദ്യോഗസ്ഥൻ്റെ ദുഃഖഭാവം കണ്ടപ്പോൾ അന്വേഷിച്ചു, സാറിൻ്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം പങ്കുവെച്ചു. ഉടൻ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞു, സാറ് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്ന എൻ്റെ കർത്താവായ യേശു സാറിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഇടപെടും. അവൾ വളരെ ബോധ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് അവളുടെ കയ്യിലൊരു ചെറിയ പോക്കറ്റ് ബൈബിള് ഈ അക്രൈസ്തവനായ സഹോദരന് വായിക്കാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ സാറ് ഒരു കാര്യം ചെയ്യണം, ഈ ബൈബിൾ തുറന്നൊന്ന് വായിക്കണം. സാറിന് കൃത്യമായ ഒരു സന്ദേശം ലഭിക്കും എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ വീട്ടിലേക്ക് പോയി. അയാളുടെ അവസാനത്തെ രാത്രിയാണ്. അയാൾ മുറിയിൽ കയറി കതകടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അവിടുന്ന് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമാണ് എങ്കിൽ ഈ ബൈബിളിലൂടെ എന്നോട് ഇപ്പോൾ തന്നെ സംസാരിക്കണമേ. അവിടുന്ന് ആശ്വാസം നൽകിയില്ല എങ്കിൽ ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്. അല്ലിങ്ങനെ പറഞ്ഞുകൊണ്ട് ബൈബിൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കണ്ണിനോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ തക്ക വചനമായി, തക്ക സംഭവമായി, ഇടപെടലായി കടന്നു വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന ഓരോ മകനും മകളും ഹൃദയത്തിൽ കുറിച്ചിടേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ബൈബിൾ ആദ്യമായി കരങ്ങളിലെടുത്ത് തുറന്നു നോക്കിയ ആ വ്യക്തി ആ രാത്രിയിൽ പ്രാർത്ഥിച്ച ശേഷം തുറന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വചനം യോഹന്നാന്റെ സുവിശേഷം 16:22 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ വചനമാണ്. ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്കുകള് 2000 വർഷങ്ങൾക്ക് ശേഷം ഏകാഗിയായി, നിരാശനായി, ദുഃഖിതനായി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സങ്കീർത്തകൻ പറയുന്നത്, അവിടുന്ന് എന്റെ ദീപം കൊളുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ചെറുപ്പക്കാരന് മനസ്സിലായി, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് എൻ്റെ വേദന കാണുന്നുണ്ട്, എൻ്റെ ദുഃഖം അവിടുന്ന് കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക്
ശക്തിയായി അവിടുന്ന് കടന്നു വരും. പ്രശ്ന പരിഹാരകനായി യേശു എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം ആ ചെറുപ്പക്കാരന് തിരുവചനത്തിലൂടെ ലഭിച്ചു. അവൻ്റെ മനസ്സിലുള്ള അന്ധകാരം മുഴുവൻ മാറി, പ്രത്യാശയാൽ നിറഞ്ഞു. ജീവിതം മുന്നോട്ട് പോകണമെന്ന ഒരു തീരുമാനം അവൻ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം യേശു ക്രിസ്തു ഈ നിമിഷം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളെ, അന്ധകാരത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിനെ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. എന്നെ ശക്തിപ്പെടുത്തണമേ, തളർന്ന എൻ്റെ കൈകളെ ബലപ്പെടുത്തണമേ, തളർന്ന എൻ്റെ കാലുകളെ ശക്തിപ്പെടുത്തണമേ, എനിക്ക് മുന്നോട്ട് നടക്കുവാനുള്ള ബലം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരു അർത്ഥം നൽകി പുനരുദ്ധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സമസ്ത പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം തന്നെ പ്രാർത്ഥിക്കാം. പ്രകാശമായി കടന്നു വരുന്നവൻ, ലോകത്തിന്റെ പ്രകാശമാണ് ഞാൻ എന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. ആ കർത്താവിനെ കാണുവാനായിട്ട് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക. ബാഹ്യമായിട്ടുള്ള എല്ലാം മറന്നുകൊണ്ട് നിന്നെ ഈ രാത്രിയിൽ വിളിച്ചവൻ കർത്താവാണ്. നീ ഇവിടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യേകമായ സ്നേഹപൂർണമായ തെരഞ്ഞെടുപ്പ് മൂലമാണ്. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് ഈ വചനം ശ്രവിക്കുവാനായിട്ട് നിന്നെ കൊണ്ടുപോകുന്നത്. നിന്റെ മനസ്സിലുള്ള വിചാരങ്ങളും വികാരങ്ങളും സങ്കടങ്ങളും ഏകാന്തതയുടെ അനുഭവങ്ങളും അറിയുന്ന കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ മനസ്സിലെ അന്ധകാരത്തെ ഞാൻ മാറ്റാമെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ മുഖത്തേക്ക്, സ്നേഹമുള്ള മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ സമസ്ത മേഖലകളെയും സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, സാമ്പത്തികമായ ഭാരങ്ങള്, ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തകള്, നമ്മെ അലട്ടുന്ന, തളർത്തുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഉയർത്താം. ഇവയൊന്നുമില്ല എങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. യേശു നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർക്കുക, യേശുവിൻ്റെ സാന്നിധ്യമാണ്. യേശു നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ബാക്കി എല്ലാം ഉണ്ടായാലും, സമ്പത്തും ആരോഗ്യവും കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടായാലും ഒരിക്കലും നിന്റെ മനസ്സിൽ പ്രകാശമുണ്ടാവുകയില്ല. കാരണം സങ്കീർത്തകൻ പറയുന്നു 18:28 വീണ്ടും ഓർക്കുക, അവിടുന്ന് എൻ്റെ ദീപം കൊളുത്തുന്നു. നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന, നിനക്ക് വേണ്ടി മരിച്ചവനായ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവനായ, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ പക്കലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക, മനസ്സിനെ സമർപ്പിക്കുക, കുടുംബത്തെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, തകർന്ന അവസ്ഥകളെ സമർപ്പിക്കുക. ലാസറിന്റെ ശവകുടീരത്തിന്റെ മുമ്പിൽ നിന്ന യേശു ഇതാ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. നിനക്കൊരു പുനരുദ്ധാനം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിനെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്ക് ആരുമില്ല കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും പൂർണ്ണമായി ഉയർത്തിക്കൊണ്ട് നിന്റെ സർവ്വ പ്രത്യാശയും കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് കരങ്ങളെ പൂർണ്ണമായിട്ടും ഉയർത്താവുന്നിടത്തോളം പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ട് എല്ലാ ആശ്രയവും വിട്ടുകൊണ്ട് കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്വതന്ത്രമായി പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ എല്ലാ മാലാഖമാരോട് ചേർന്നുകൊണ്ട്, വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട്, മരിച്ച വിശ്വാസികളോട് ചേർന്നുകൊണ്ട്, രക്തസാക്ഷികളോട് ചേർന്നുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് നിന്റെ മേൽ പ്രകാശമായി മഹത്വമായി കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് നമുക്ക് സ്തുതിക്കാം. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ
മാത്രമുള്ളൂ യേശുവേ. യേശുവിനോട് പറയുക, ഹൃദയത്തിൽ പറയുക, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, എനിക്ക് മറ്റാരുമില്ല കർത്താവ്. എന്തൊക്കെയുണ്ടെങ്കിലും അവിടുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഇരുട്ടാണെന്ന് ഞാൻ അറിയുന്നു. കാരണം അവിടുന്നാണ് പ്രകാശം. കർത്താവെ, കടന്നു വരണമേ എന്നൊരിക്കൽ കൂടെ തീവ്രമായി ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ മനസ്സിലേക്ക് കർത്താവ് കടന്നു വരും, യേശു കടന്നു വരും, നിന്നെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. കണ്ണീർ തുടയ്ക്കാം, മാറോട് ചേർക്കാം, നീ മാത്രമുള്ളൂ യേശുവേ. യേശുവേ, നമ്മളിലേക്കും കടന്നു വരണമേ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ പാപങ്ങൾ, അപരാധങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ, ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിമിഷങ്ങളിൽ പ്രകാശമായി കടന്നു വരണമേ, ഞങ്ങളുടെ മനസ്സിൽ പ്രത്യാശ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രകാശത്തിൽ ജീവിതകാലം മുഴുവനും വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ, പ്രകാശിപ്പിക്കണമേ, ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, പുത്രൻ്റെ പ്രകാശത്തിൽ എക്കാലവും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളും അമ്മയെപ്പോലെ പ്രകാശത്തിൽ വസിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത് കര ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കും.